പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആധ്യാത്മിക ശിശുത്വം, ആത്മീയ ശിശുത്വത്തെക്കുറിച്ച് നമ്മൾ ആഴമായി പഠിച്ചും ചിന്തിച്ചും ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുന്ന നിമിഷങ്ങളാണ്. വിശുദ്ധ കൊച്ചറേസ്യ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വർഷിക്കുന്ന ആ കൊച്ചറേസ്യയുടെ സാന്നിധ്യം ഈ തിരുസ്വരൂപത്തിലൂടെ നമ്മൾ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ പ്രത്യേക ചിന്താവിഷയം, ധ്യാന വിഷയം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു കാണുന്നത് എൻ്റെ സ്വർഗീയ പിതാവിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ 10 മുതൽ 14 വരെയുള്ളതായ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്, കാണാതെ പോയ ഒരാടിനെ തേടി തേടി പോകുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടുന്നതിന് വേണ്ടി ഇടയൻ തൻ്റെ 99നെയും ആലയിൽ വിട്ടിട്ട് കാണാതെ പോയ ആടിനു വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ആട് ഒരു കുഞ്ഞാത്മാവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരാത്മീയ ശിശുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ആത്മീയ ശിശുവിനെ തേടി തൻ്റെ 99 ആത്മാക്കളെയും നീതിമാന്മാരെയും ആലയിൽ വിട്ടിട്ട് ഒരെണ്ണത്തെ തേടി തേടി പോകുന്ന നല്ല ഇടയൻ. അതിനെ കണ്ടുകിട്ടുമ്പോൾ അതിനെ സ്വന്തം തോളിൽ ഇരുത്തി ആലയത്തിലേക്ക് വന്ന് കൂട്ടുകാരോടുകൂടി സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു നല്ല ഇടയനെ ഈശോ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയുന്ന ആ വചനമാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു കാണുന്നത് എൻ്റെ സ്വർഗീയ പിതാവിന് ഇഷ്ടമല്ല. കൊച്ചറേസ്യയുടെ ഹൃദയത്തിന് ഹരം പിടിപ്പിച്ചൊരു വചനമാണ് ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും, അതാണ് വാക്ക്. കുഞ്ഞാത്മാക്കളിൽ ഒരൊറ്റ വ്യക്തി പോലും നശിക്കുന്നത് നല്ല ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ ഒരു ചെറിയ ആത്മാവിന് വേണ്ടി, ഒരു കുഞ്ഞാത്മാവിന് വേണ്ടി ദൈവം കാണിക്കുന്ന സ്നേഹം അപാരമായ സ്നേഹമാണ്. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ ആ ജീവിതം മുഴുവനും കുഞ്ഞാത്മാക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപികളെ തേടിയാണ്, നീതിമാന്മാരെ അല്ല, പാപികളെ തേടിയാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള അവിടുത്തെ തിരുവചനം മത്തായി സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകം കാണുകയാണ്. ലേവിയെ വിളിക്കുന്ന ഈശോ, ആ ലേവിയെ വിളിച്ച് അവനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കുന്ന ഈശോ, അവൻ്റെ വീട്ടിൽ വിരുന്നിരിക്കുന്നു. പരിസയന്മാരും യൂദന്മാരും ഈശോയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ നികത്തുകയാണ്. അവിടെ ഈശോ പറയുന്നൊരു വാക്കാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയില്ല, ഈ പാപികളും ചുങ്കക്കാരും പാപികളും അവഗണിക്കപ്പെട്ടവരും മറ്റുള്ളവരുടെ മുമ്പിൽ നിഷ്കാസിതരും അവമാനിതരുമാകുന്ന അവരെ തേടിയാണ് താൻ വന്നിരിക്കുന്നത്. എനിക്ക് നീതിമാന്മാരെ അല്ല ആവശ്യമെന്ന് പറയാണ്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെന്നതിനേക്കാൾ അധികമായി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ളതായ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. കുഞ്ഞിനെ തേടി പോകുന്ന കുഞ്ഞാത്മാക്കളെ, അവഗണിക്കപ്പെട്ടവരെ നമ്മൾ കാണുന്ന ലൂക്കാസ് സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. നല്ല കള്ളനെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കള്ളൻ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവൻ തെറ്റും കുറ്റത്തിലും കുറവിലുമെല്ലാമാണ്. ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അവനെ കുരിശിലേറ്റി അവൻ ആ കുരിശിൽ കിടക്കുമ്പോൾ പോലും നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരനോട് കൂടി ചേർന്ന് ഈശോയ്ക്കെതിരായി ആരോപണങ്ങളും ശാപവാക്കുകളും എല്ലാം ചൊരിയുന്നത് നമ്മൾ കാണുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ആദ്യമേ നിന്നെ തന്നെ രക്ഷിക്കുക, പിന്നെ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് ഈ കള്ളനും പോലും കൂട്ടുകാരനോട് ചേർന്ന് പരിഹസിച്ച് നിന്ദിക്കുന്നതെല്ലാം കാണുകയാണ്.
എന്നാൽ ഒരൊറ്റ നിമിഷം, ഇതാണ് കുഞ്ഞാത്മാക്കളുടെ സവിശേഷതയാണ്, ഒരൊറ്റ നിമിഷം അനുതാപത്തിൻ്റെ ഒരു കൃപ അവന് കിട്ടി. അനുതാപത്തിൻ്റെ കൃപ കിട്ടിയതോടുകൂടി അവൻ ഈശോയുടെ പക്കലേക്ക് അവൻ്റെ ആത്മാവ് ആന്തരിക കണ്ണുകൊണ്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ ഈശോയുടെ മുഖത്ത് മാത്രമല്ല, ഈശോയുടെ ശിരസിന് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഫലകത്തിലേക്ക് ചെല്ലുന്നു. കുരിശിന് ചുവട്ടിലേക്ക് നോക്കിയപ്പോഴേ സ്നേഹമതിയായ ദൈവീകത നിറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ അമ്മയെ അവൻ കാണുന്നു. ഇതെല്ലാം കൊണ്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്ത് അവനൊരു തീരുമാനത്തിലെത്തിയാണ്, തീർച്ചയായിട്ടും ഇവൻ നല്ലൊരു മനുഷ്യനാണ്, ദൈവപുത്രനാണ്. എഴുതി വച്ചിരിക്കുന്ന ഫലകം നോക്കിക്കേ. ആ ഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് യൂദന്മാരുടെ രാജാവായ നസറായനായ യേശു എന്നാണ്. അവന് പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തെ ക്ലിക്ക് ചെയ്തത് ഈ കിടക്കുന്നവൻ യൂദന്മാരുടെ രാജാവായ നസറായനായ യേശുവാണ്. ഞാനാണ് ജീവിതത്തിൻ്റെ കാലം മുഴുവനും പാപത്തിലും തിന്മയിലുമെല്ലാം ഞാൻ കടന്നു വന്ന് ഇതാ അവസാനം എൻ്റെ മരണം തന്നെ ഇതാ അടുത്തിരിക്കുന്നു. എന്നാൽ ഇതാണ് പറ്റിയൊരവസരമെന്ന് കണ്ട് അവൻ അവൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് മുഴുവനും ചിന്തിച്ചും അതിനെക്കുറിച്ചെല്ലാം മനസ്തപിച്ച് വേദനയോടുകൂടി ആ യൂദന്മാരുടെ രാജാവായ യേശുവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് അവൻ ഉറക്കെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, എന്നോട് കരുണയായിരിക്കണമേ യേശുവേ, അങ്ങ് ഇന്ന് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദയനീയമായൊരു വിളിയാണ്. ഒരു ശിശുവിൻ്റെ നിലവിളിയാണിത്. ഹല്ലേലൂയ. ഒരു ശിശുവിൻ്റെ നിലവിളി, ഒരു ശിശു നിലവിളിക്കുന്നത് പോലെ പരാജയത്തിൻ്റെ ആ സംഗതികളെല്ലാം അംഗീകരിച്ചും ഏറ്റുപറഞ്ഞും അതേസമയത്ത് ഈ പരാജയം തന്നെയാണ് ഇപ്പോൾ ദൈവരാജ്യത്തിലേക്ക് തന്നെ എത്തിച്ച് ചേർക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ അവൻ ആ നിർണായകമായ നിമിഷത്തെ ശരിയായിട്ട് ഉപയോഗിക്കുകയാണ് നാം കാണുന്നത്. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യേശുവേ, അങ്ങയുടെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. കുഞ്ഞുമക്കളെ, നമ്മൾ കാണുകയാണ് ഇവിടെ ഇവൻ ഒരു ശിശുവാണ്, ആത്മീയ ശിശുത്വമാണിത്. ആത്മീയ ശിശുത്വമാണ് ഇവിടെ കാണുക. ഈ ആത്മീയ ശിശുത്വം ഇവൻ്റെ പാപമോചനം കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പാപമോചനം ആത്മീയ ശിശുത്വത്തിലൂടെ എന്ന് ഞാൻ പറഞ്ഞതാണ്. ആത്മീയ ശിശുത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം, പാപത്തിൻ്റെ പാണ്ഡങ്ങൾ നമ്മുടെ ശിരസിൽ നിന്ന് താഴെ വീഴുകയാണ്. അത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ പാണ്ഡങ്ങൾ യേശു തൻ്റെ ചുമലിലേക്ക് ഏറ്റെടുക്കുകയാണ്. പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, അവൻ നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ കയറി. ഹല്ലേലൂയ. സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മെ രക്ഷിച്ചു എന്നുള്ളതാണ് നാം കാണുന്നത്. ഇതാണ് പറയുന്നത്, ആത്മീയ ശിശുത്വത്തിലൂടെയാണ് പാപമോചനം കിട്ടേണ്ടത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പാപി പാപമോചനം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തെറ്റുകാരൻ കുറ്റക്കാരൻ പാപമോചനം പ്രാപിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ ശിശുത്വത്തിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗമേ ഇല്ല. അതാണ് നമ്മൾ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ ആത്മീയ ശിശുത്വം ഇനി നമ്മൾ കാണുന്നില്ലേ, അവൻ നിലവിളിച്ചപ്പോഴേ ആത്മീയ ശിശുത്വത്തിൻ്റെ നിലവിളിക്ക് പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്ന യേശുവിനെ നമ്മളവിടെ കാണുകയാണ്. ഈശോ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയാണ്, മരണവേദന അനുഭവിക്കുന്ന ഈശോ. അവിടുന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജീവൻ, തൻ്റെ ആത്മാവ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന ആ നിമിഷത്തിൽ തന്നെ ഈ ആത്മീയ ശിശുത്വത്തിൻ്റെ നിലവിളി കേട്ട് അവിടുന്ന് നേരെ തൻ്റെ ശക്തി മുഴുവനും സമാഹരിച്ച് തിരിഞ്ഞ് അവനോട് പറയുന്ന വചനമുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രിയിൽ നീ എന്നോട് കൂടി പർദീസായിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കുമെന്ന് പാപമോചനത്തിൻ്റെ അനുഗ്രഹം, ആശീർവാദം ഈശോ ആത്മീയ ശിശുവിന് കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ, ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ധൂർത്തനായ പുത്രൻ, ആ ധൂർത്തകുമാരൻ, പിതാവ് അവനോട് യാചിച്ചു, അവനോട് കേണ് പറഞ്ഞു, മകനെ നീ നിൻ്റെ ഇതെല്ലാം നിനക്കുള്ളതാണ്, നീ എന്തിനു പോകുന്നു എന്നെല്ലാം പറഞ്ഞ് അവനോട് യാചിക്കുകയും കെഞ്ചുകയെല്ലാം ചെയ്തിട്ടും അവൻ തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് പിടിച്ചു വാങ്ങിക്കൊണ്ട് എന്ന പോലെ അവൻ കടന്നു പോകുന്നു. അവൻ കൂട്ടുകാരോടുകൂടി തൻ്റെ സ്വത്ത് മുഴുവനും തൂർത്തടിച്ച് കളയുന്നു. അങ്ങനെ തൂർത്തടിച്ച് കളയുന്ന അവൻ ദയനീയമായി പരാജയപ്പെട്ട് നാശത്തിലേക്ക് വരുമ്പോഴേ
നാശത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ, വാസ്തവം പറഞ്ഞാൽ അവൻ്റെ ശിശുത്വത്തിലേക്ക് അവനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ ടെക്നിക്ക്. പാപികളുടെ നേരെ അനുതാപത്തിൻ്റെ കൃപ വർഷിക്കുന്നതിന് വേണ്ടി, അനുതാപത്തിൻ്റെ കൃപ വർഷിച്ച് അതിനെ ആത്മീയ ശിശുത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക പതിവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, സുബോധം വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, പാപത്തെക്കുറിച്ച് ഇവിടെ എല്ലാം നമ്മൾ കാണിക്കുന്ന പൊന്നുമക്കളെ മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എത്രയെത്ര പാപങ്ങളോ നിരവധിയായ തെറ്റുകളോ അതിക്രമങ്ങളോ നമുക്ക് വർണ്ണിക്കാനാവാത്ത രീതിയിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എന്തെല്ലാം വന്നാലും ഒരു നിമിഷം ആത്മീയ ശിശുത്വത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് നാം അവിടുത്തെ പക്കലേക്ക് ഒന്ന് നിലവിളിച്ചാൽ മതി, നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ഓരോ നിമിഷം കൊണ്ട് അവൻ പറഞ്ഞു, സുബോധം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുമെന്ന്. അങ്ങനെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നവൻ എന്താ ചെയ്യുന്നത്? പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ അവൻ പറഞ്ഞു, അവൻ്റെ തിന്മകളെക്കുറിച്ചെല്ലാം ചിന്തിച്ചിട്ട് അവൻ പറയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് പറയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിനോട് പറയും. പിതാവ് എന്ന് വിളിക്കണമെങ്കിൽ അവനൊരു കുഞ്ഞായിരിക്കണം. ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് മാത്രമേ തൻ്റെ അപ്പനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു വലിയവന് പറ്റില്ല. അവനൊരു കുഞ്ഞായി തീർന്നു. ഞാൻ പോയി എൻ്റെ പിതാവിനോട് ഞാൻ പറയും, പിതാവേ, ഞാൻ അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാൽപാദങ്ങളിൽ വീഴും, പിതാവിൻ്റെ പാദങ്ങളിൽ ഞാൻ വീഴും, പിതാവിനോട് ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ അവൻ്റെ പോക്കാണ്. ആത്മീയ ശിശുത്വത്തിൻ്റെ പാരമ്യത നമ്മളവിടെ കാണുകയാണ്. ഹല്ലേലൂയ. പാപമോചനം ആത്മീയ ശിശുത്വത്തിലൂടെ. ഹല്ലേലൂയ. ഇത് പറയുന്നുണ്ട്, ഒരുവൻ അവൻ്റെ ജീവിതകാലം മുഴുവനും പാപത്തിൽ വീണാലും ശരി. ശെലിന് കൊച്ചുദേശി ഒരിക്കൽ എഴുതി, എൻ്റെ ശെലിനെ, ജീവിതകാലം മുഴുവനും പാപത്തിൽ ഒരുവൻ വീണാലും ശരി, അവൻ നിരവധിയായ പാപങ്ങളിൽപ്പെട്ട് അവൻ തകർന്ന് തരിപ്പണമായാലും ശരി, അവൻ ഒരു നിമിഷം അവൻ്റെ പാപത്തെ ഓർത്തൊന്ന് അനുദപിച്ച് അവൻ കടന്നു വന്നാൽ ഒരു ശിശുവിനെ പോലെ അവൻ കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് വന്നാൽ ആ പിതാവ് അവനെ സ്വീകരിക്കുമെന്ന്. ഹല്ലേലൂയ. കൊച്ചുശിയ പറയുന്നുണ്ട്, ഓടാനും ചാടാനും പറ്റുന്ന ഒരു മകൻ, അവൻ ഓടിയും ചാടി ഒരു ചെളിക്കുണ്ടിൽ വീണുവെന്ന് വിചാരിക്കുക. ഒരു ചെളിക്കുണ്ടിൽ വീണാൽ എന്താ അപ്പൻ അല്ലെങ്കിൽ അമ്മ ചെയ്യുന്നത്? അവൻ്റെ വീഴ്ച കേൾക്കുന്ന പിതാവിൻ്റെ ആ ചങ്ക് അമ്മേരെ തകരുകയാണ്. അമ്മയുടെ ഹൃദയം പൊട്ടുകയാണ്. വേദനയോടുകൂടി, കണ്ണീരോടുകൂടി, കരച്ചിലോടുകൂടി അമ്മ ആ ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങി ആ ചെളിയോടുകൂടി തൻ്റെ അരുമ മകനെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് അമ്മയുടെ സ്നേഹം, ഇതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ഇതാണ് പാപമോചനം ആത്മീയ ശിശുത്വത്തിലൂടെ എന്നുള്ളതിൻ്റെ ചരിത്രത്തിൻ്റെ സംഗ്രഹം ഇത് തന്നെയാണ്. അമ്മയുടെ കാര്യം നോക്കിക്കേ. ചെളിയിൽ വീണതായ ആ കുഞ്ഞിനെ അമ്മയുണ്ടല്ലോ, തൻ്റെ ദേഹത്ത് ചെളി പറ്റുമെന്ന് അമ്മ ചിന്തിക്കുന്നില്ല. അമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അമ്മ ചെളിയോടുകൂടി തന്നെയാണ് ആ കുഞ്ഞിനെ എടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരു പാപി തൻ്റെ പാപത്തിൽ വീണ പാപത്തിൻ്റെ ഗിൽറ്റ്, പാപത്തിൻ്റെ ചെളി, പാപത്തിൻ്റെ വൃത്തിഹീനത, പാപത്തിൻ്റെ ദുർഗന്ധം ഒരു പാപിക്കുണ്ടെങ്കിലും ശരി, ആ പാപിയെ പിതാവായ ദൈവം ആ പാപ അവസ്ഥയിൽ തന്നെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ആ പാപാവസ്ഥയിൽ തന്നെ പിതാവ് സ്വീകരിക്കുന്നു. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട് ആത്മീയ ശിശുത്വത്തിൻ്റെ യഥാർത്ഥ ഭാവം നമ്മളവിടെ കാണുകയാണ്. ആ ധൂർത്തപുത്രൻ കടന്നു വന്നത് കീറി നാറിയ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടും വസ്ത്രത്തോടും കൂടിയാണ്. പാപത്തിൻ്റെ ദുർഗന്ധം. ഹല്ലേലൂയ. പാപത്തിൻ്റെ ദുർഗന്ധം അവനെ മേലുണ്ടായിരുന്നു. അവൻ പിതാവിൻ്റെ പക്കലേക്ക് വരുമ്പോഴേ ആ പിതാവ് ചെയ്തത് തന്നെയാണ്. ദുർഗന്ധം വമിക്കുന്ന കീറിപ്പറിഞ്ഞ ആ വസ്ത്രത്തോടുകൂടി അവനെ സ്വീകരിച്ചു എന്ന് പറയുന്നത്, ആശ്ലേഷിച്ചു എന്ന് പറയുന്നത് ഒരു പാപിയുടെ നേരെ പിതാവ് കാണിക്കുന്ന അനന്തമായ സ്നേഹത്തിൻ്റെ ഒരു വശമാണത്. എന്നിട്ടോ അവനെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് അവൻ പറയുന്ന വാക്കേ കേൾക്കുന്നില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അനുദപിക്കുന്ന പാപി ഏറ്റേറ്റ് പറയുന്ന പാപം എന്താണെന്ന് പോലും പിതാവായ ദൈവം പരിഗണിക്കുന്നില്ല.
അതാണ് ഹല്ലേലൂയ. 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 അവൻ പറയുന്ന പാപം എന്താണെന്ന് പോലും മറിച്ച് പിതാവിൻ്റെ ഹൃദയം അനുതപിക്കുന്ന പാപിയുടെ ഹൃദയം തകർന്നതിനേക്കാൾ അധികമായി വെന്തുരുകുന്ന ഈ അനുതപിക്കുന്ന പാപിയുടെ ഹൃദയത്തെ ഓർത്തുകൊണ്ടുള്ള പിതാവിൻ്റെ ഹൃദയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവിൻ്റെ ഹൃദയം അത്രമാത്രം വികാര തരളിതമാകുകയാണ്. ഇവിടെ ധൂർത്തപുത്രനെ അവൻ്റെ നാറിയ കീറിപ്പറഞ്ഞ വസ്ത്രത്തോടുകൂടി തന്നെ വാരിപ്പുണർന്നുകൊണ്ട് അവന് എന്ന് പറയുന്നതോ വിലയേറിയ വസ്ത്രം ഇവനെ ധരിപ്പിക്കുക. ഓ ദൈവമേ, എന്തുമാത്രം കരുണയാണ് നീ കാണിക്കുന്നത്. ഈശോയുടെ അപാരമായ സ്നേഹം, പിതാവായ ദൈവം എന്തുമാത്രം ഒരു ആത്മീയ ശിശുവിനെ സ്നേഹിക്കുന്നുവെന്ന് വ്യക്തമായി കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തുമാത്രം സ്നേഹമെന്ന് നോക്കിക്കേ. അവനെ വാരിപ്പുണർന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു എന്ന് പറയാണ്. അവൻ്റെ പാപത്തെക്കുറിച്ച് പരിഗണിക്കുന്നേ ഇല്ല. ഹല്ലേലൂയ. ഒരാത്മീയ ശിശുവിൻ്റെ പാപത്തെക്കുറിച്ചോ അതിൻ്റെ തെറ്റുകളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ ഒന്നും പിതാവ് ചിന്തിക്കുന്നേ ഇല്ല. ഹല്ലേലൂയ. ദൈവം കരുണാസമ്പന്നനാണ്. 103-ാമത്തെ സങ്കീർത്തനത്തിലെ 4-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, സ്നേഹവും കരുണയും കൊണ്ട് നമ്മെ അവിടുന്ന് കിരീടമണിയിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹവും കരുണയും കൊണ്ട് അവിടുന്ന് നമ്മെ കിരീടമണിയിക്കുന്നു. ഇതാണ് പറയുന്നത്. അപ്പോഴേ ആത്മീയ ശിശുവിനെ ആ പാപമോചനം മാത്രമല്ല, ദൈവം അവനെ കിരീടം അണിയിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുതപിക്കുന്ന പാപി അവൻ ഒരു ശിശുവായി തീരണമെന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നാം കാണുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 982-ാമത്തെ വചനം പറയുന്നത് തന്നെയാണ്, എത്ര ഗൗരവമുള്ളതായാൽ പോലും സഭയ്ക്ക് ക്ഷമിക്കുവാനാവാത്ത പാപമില്ല. ഹല്ലേലൂയ. എത്ര ഗൗരവമുള്ളതായാൽ പോലും, എന്തുമാത്രം അധപ്പതിച്ചവനാണെങ്കിലും, എന്തുമാത്രം പാപത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്നവനാണെങ്കിൽ പോലും അവൻ്റെ പാപങ്ങൾക്ക് പാപക്ഷമയുണ്ട്. ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 25-26 തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി ഈശോയെ അവിടെ നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചാൽ മതി, ഈ ആത്മീയ ശിശു ഒന്ന് വിശ്വസിച്ചാൽ മതി, രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി ഈശോ നമുക്ക് വേണ്ടി തീരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൻ്റെ ക്ഷമയിൽ നമ്മുടെ പഴയ പാപങ്ങളെ എന്നേക്കുമായി അവഗണിക്കുന്ന ഒരു നല്ല ദൈവത്തെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ അതേ അധ്യായം 3-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ പഴയ പാപങ്ങളെ തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ ക്ഷമിക്കുന്നു. ഇങ്ങനെയുള്ള കർത്താവിൻ്റെ കരുണയുടെ അഗാധമായ ഭണ്ഡാരം ഓരോ പാപിക്ക് വേണ്ടിയും തുറന്നിട്ടിരിക്കുകയാണ്, ഓരോ ആത്മീയ ശിശുവിന് വേണ്ടിയും തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ തന്നെ വരുന്ന കാര്യം ഇതാണ്. അതായത് പാപമോചനം ഒരു വ്യക്തിക്ക് കിട്ടുന്നത് വ്യക്തമായി പറഞ്ഞാൽ ആത്മീയ ശിശുത്വത്തിലൂടെയാണ്. ഇവിടെയാണ് കൊച്ചുരശിയുടെ ആ വലിയ ചെയ്തിരിക്കുന്നത്. എന്തുമാത്രം സ്നേഹം, എന്തുമാത്രം കരുണ. ഒരു വ്യക്തി എത്രമാത്രം പാപം ചെയ്താലും, എത്രമാത്രം അത് ആവർത്തിച്ച് ചെയ്താലും, എത്രമാത്രം അത് ഏറ്റുപറഞ്ഞാലും, പിന്നെയും വീണാലും, പിന്നെയും കുമ്പസാരിച്ചു, പിന്നെയും പറഞ്ഞു, പിന്നെയും കുമ്പസാരിച്ചു, പിന്നെയും പറഞ്ഞു, ദൈവം അതിൻ്റെ എണ്ണം കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവം അതിൻ്റെ ആവർത്തനം കാണുന്നില്ല. ദൈവത്തിന് ആവർത്തന വിരസത ഇല്ല. ഹല്ലേലൂയ. അവിടുന്ന് ഏറ്റുപറയുന്ന അനുതപിക്കുന്ന പാപിയുടെ ആ വേദന കാണുകയും പരിപൂർണമായ വിടുതലും മോചനവും കൊടുക്കുന്നവനാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ കരുണ നമുക്ക് ലഭിക്കാൻ നാം ഒരു ശിശുവായി മാറിയാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവോളം കിട്ടും. നാം ആത്മീയ ശിശുത്തിൽ അംഗീകരിക്കണം, എനിക്ക് തെറ്റിപ്പോയി എന്ന്. എൻ്റെ അപ്പയുടെ അടുക്കളയിലേക്ക് ചെന്നിട്ട്, അപ്പേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ മകന് ഒരു ആർജവത്വമുണ്ടായാൽ മതി. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ബോധം വന്നിട്ട് അപ്പൻ്റെ പക്കലേക്ക് തിരിച്ചു പോകാൻ, അമ്മയുടെ പക്കലേക്ക് തിരിച്ചു പോകാൻ, അയൽക്കാരനോട് ക്ഷമ ചോദിക്കാൻ, കുറ്റങ്ങൾ ഏറ്റുപറയാൻ, അങ്ങനെയുള്ളതായ ചൈതന്യം നമുക്ക് വാസ്തവത്തിൽ നമുക്ക് ലഭിക്കട്ടെ. ഈ തെരേഷ്യൻ റിട്രീറ്റ്, ഈ കൊച്ചുദേശിയുടെ ഈ ധ്യാനം നമ്മുടെ കുടുംബങ്ങളിൽ ഈ ക്ഷമ കൊടുക്കുവാനുള്ളതായ ഒരു കൃപയായിട്ട് മാറണം. ഹല്ലേലൂയ. മാതാപിതാക്കന്മാർ മക്കളോട് ക്ഷമിക്കുവാൻ,
മക്കൾ മാതാപിതാക്കന്മാരോട് ക്ഷമിക്കുവാൻ, അയൽക്കാരോട് ക്ഷമിക്കുവാൻ, സമൂഹത്തിലെ സഹോദരങ്ങളോട് അച്ഛന്മാരോട് ക്ഷമിക്കുവാൻ, സഹോദരിമാരോട് ക്ഷമിക്കുവാൻ, കുറ്റം സ്വയം അംഗീകരിക്കുവാൻ, ഏറ്റുപറയുവാനുള്ളതായ യാർജവത്വം, കൃപ ഒരു വ്യക്തിക്ക് ലഭിക്കട്ടെ. കൊച്ചുരേശി അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി അതുപോലെ തന്നെ ആത്മീയ ശിശുത്വത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട് പുരോഗമിക്കണം തോന്നുകയാണെന്നിരിക്കും. ആത്മീയമായിട്ട് പുരോഗമിക്കണം. പല പ്രാവശ്യം വീഴുന്നു, പല പ്രാവശ്യം വീണിട്ടും വീണ്ടും പരിശ്രമിക്കുകയാണ്. സ്വയംകൃത ഹൃദയത്തിൽ നാം 9-ാമത്തെ അധ്യായത്തിൽ, സ്വയംകൃത ഹൃദയത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞു പറവകളെക്കുറിച്ച് കൊച്ചുരേശ പറയുന്നുണ്ട്. രാജാളിപ്പക്ഷി, ആത്മീയമായി പറന്നുയർന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് പറന്നുയരുന്ന രാജാളിപ്പക്ഷി. ആ രാജാളിപ്പക്ഷി ആകാശത്തിലേക്ക് പറന്നുയരുന്നത് കാണുമ്പോൾ കുഞ്ഞു പറവയ്ക്ക് വലിയൊരു ആഗ്രഹം പറന്നുയരാനായിട്ട്, പക്ഷേ പറ്റുന്നില്ല. അത് ചിറകിട്ടടിച്ചുകൊണ്ട് ആ നിലത്ത് തന്നെ, ആ തറയിൽ തന്നെ അതിരിക്കുന്നു. മഴ നനഞ്ഞ്, വെള്ളം കൊണ്ട് നനഞ്ഞ് ചിറകെല്ലാം തണുത്തുറച്ച് ആ ചിറകോടുകൂടി ഇരിക്കുന്നു. രാജാളിപ്പക്ഷിയാകട്ടെ പറന്നുയരുകയാണ്. അങ്ങനെ തണുത്തുറഞ്ഞിരിക്കുന്ന ആ പക്ഷി അവിടെ തന്നെ ഇരുന്നാലും കൊച്ചുരേശ പറയാണ്, ദൈവം ഒരിക്കലും അതിനെ ഉപേക്ഷിക്കില്ല. ഇതിൻ്റെ ആഗ്രഹവും പരിശ്രമവും കണ്ടുകൊണ്ട് ദൈവം അതിന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കും. കൊച്ചുരേശ പറയാണ്, ഞാനൊരു കുഞ്ഞു പറവയാണ്, എനിക്ക് പറന്നുയരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വിശുദ്ധന്മാരായ രാജാളി പക്ഷികളോട് ഞാൻ പറയും. ഏലിയ പ്രവാചകനോട് എലീഷ പറഞ്ഞു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനുള്ള സമയമായി. എലീഷ പുറകെ നടക്കുകയാണ്. അതായത് എലീഷ പറഞ്ഞു, അങ്ങയുടെ ശക്തി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏലിയ പറഞ്ഞു, നിനക്കെൻ്റെ ശക്തി കിട്ടുക അസാധ്യമാണ്. പക്ഷേ എൻ്റെ മേലങ്കി, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അങ്കി നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോകുന്നതായി. അതുകൊണ്ട് വിട്ടുമാറാതെ ഏലിയായെ പോകണം. ഓരോ സ്ഥലത്തേക്ക് മാറി പോകുമ്പോൾ വിട്ടുമാറാതെ ആത്മീയ ജീവിതത്തിലെ ശുഷ്കാന്തി കാണിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എലീഷാകട്ടെ താഴെ വീണതായ ആ മേലും എടുക്കുന്നുണ്ട്. കൊച്ചുരേശ പറയുന്നത്, ഏലിയായോട് പറഞ്ഞതുപോലെ ഞാൻ മഹാരാജാളികളായ വിശുദ്ധരോട് ഞാൻ പറയും, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏലിയായിക്കുണ്ടായിരുന്ന ആ തീഷ്ണതയുടെ 100 ഇരട്ടി പങ്ക് എനിക്ക് തരാൻ. ഹല്ലേലൂയ, എനിക്ക് ആ 100 ഇരട്ടി പങ്ക് വേണം. എന്നിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. എൻ്റെ ദൈവത്തോട് എനിക്ക് ഒന്നായി തീരാൻ. ഹല്ലേലൂയ. കൊച്ചുരേശ പറയാണ്, ഈ ആഗ്രഹം മതി. രാജാളിയെപ്പോലെ പറന്നുയർന്ന ആ അനുഗ്രഹം ഈ കുഞ്ഞു പറവയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കൊച്ചുരേശയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഈ തീഷ്ണത ഞങ്ങൾക്ക് തരണമേ. ഈ കുഞ്ഞു പറവയെപ്പോലെ ജീവിതത്തിലുണ്ടാകുന്ന മഹാതെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒന്നും നമ്മളെ അത്ഭുതപ്പെടുത്തണ്ട. ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ അതിശയിക്കും വേണ്ട. 1000 തെറ്റ് 1000 പ്രാവശ്യം ചെയ്താലും നമ്മൾ പരിഭ്രമിക്കേണ്ട. കാരണം ഇവിടെയാണ് ആത്മീയ ശിശുത്വം ഉണരുന്നത്. ഹല്ലേലൂയ. അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, പാപബോധത്തോടു കൂടെ എൻ്റെ ദൈവത്തെ ഞാൻ സമീപിക്കും. എൻ്റെ ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി. ഈ ഒരൊറ്റ വാക്ക് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ഈ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനത്തിൻ്റെ ഇന്നേ ദിവസം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഏലിയായോട് പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ അരൂപിയുടെ 100 ഇരട്ടി എനിക്ക് വേണം. എനിക്ക് ഈശോയെ സ്നേഹിക്കണം. എനിക്ക് ഈശോയെ സ്നേഹിച്ച് എൻ്റെ ചങ്ക് പൊട്ടണം. ഹല്ലേലൂയ. അവസാനം വരെ ഓരോ നിമിഷവും എനിക്ക് അവിടുത്തെ സ്നേഹിക്കണം, എല്ലാം കൊടുത്തുകൊണ്ട് സ്നേഹിക്കണം എന്നുള്ളതായ ആ ചിന്ത, കൊച്ചുരേശയുടെ ആ ചിന്ത തന്നെ നമുക്ക് വരുത്തിക്കൊണ്ട് എല്ലാ നിമിഷവും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും നശിക്കില്ല. ഒരാത്മീയ ശിശു ഒരിക്കലും നശിക്കില്ല. ഞാൻ ഉറപ്പ് പറയും, ഞാൻ നശിക്കില്ല. കാരണം എനിക്കൊരു ഹൃദയമുണ്ട്, ദൈവത്തിലേക്ക് ചെന്നടുക്കുന്ന അത് ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസത്തിലായിരിക്കാം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അവസാന അന്ത്യശ്വാസം വലിക്കുമ്പോഴായിരിക്കാം. ആണെങ്കിൽ പോലും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. ഈ കൃപ കിട്ടുവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചുരേശയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് കുറേ സമയം ചെലവഴിക്കാം. ആരാധനയിലേക്ക് വരാം. നമുക്ക്
ആരാധന ഒരു അരമണിക്കൂർ നേരം ആരാധനയുള്ളൂ. പക്ഷേ ദിവസം മുഴുവൻ നമുക്ക് ഈ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ നവീകരിച്ചും വിശുദ്ധീകരിച്ചും ഇരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ സമയമീതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമ പ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധനയുടെ സമയമീതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമ പ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും പാപമേഖലയെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള 14-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി പോലും നശിച്ചു പോകുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്തവനാണെങ്കിലും തിന്മകൾ ചെയ്ത് അകന്നു പോകുന്നവനാണെങ്കിലും ഇനി രക്ഷപ്പെടുവാൻ പറ്റത്തില്ല, ഈ ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ കരകയറുവാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നവനാണെങ്കിൽ തന്നെയും അവരൊന്നും ഒരു നാളും നശിച്ചു പോകുവാൻ പാടില്ല എന്ന് കരുതുന്ന ദൈവം തെറ്റ് ചെയ്യുന്നവനും ഇടറിപ്പോകുന്നവനും തെറ്റുപറ്റി പോകുന്നവനും ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തിലൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രക്ഷപ്രാപിക്കുവാൻ പറ്റുമെന്ന് തിരുവചനം പറയുകയാണ്. ഉത്തരേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, അവൾ യേശുവിനെ സമീപിക്കുന്നത് ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടിയാണ്. പാപമോചനം ആത്മീയ ശിശുത്വത്തിലൂടെയാണ് അവൾ പ്രാപിച്ചത്. പാപം ചെയ്യുമ്പോൾ നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവ് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എന്നോട് കരുണയായിരിക്കണമേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ വിശുദ്ധ ഉത്തരേസ്യ ഈ ഒരു കാര്യത്തെ സമീപിച്ചത് ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടുകൂടിയാണ്. അവൾ തെറ്റ് മനുഷ്യസഹജമാണെന്നും പാപം മനുഷ്യസഹജമാണെന്നും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമീപിച്ചാൽ മതിയുമെന്ന് ചിന്തിച്ച് അവൾ ഇപ്രകാരമാണ് അവൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അതായത് പരാജയങ്ങളും കുറവുകളും മനുഷ്യസഹജമാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഇടയ്ക്ക് വീണ് പിന്നെയും നടക്കുന്നത് പോലെ പാപത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ യേശുവിൻ്റെ കരം പിടിച്ച് നമ്മൾ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കുവാനായിട്ട് ശ്രമിക്കുന്ന കുഞ്ഞ് പിതാവിൻ്റെ മാതാവിൻ്റെ കരം വിട്ട് ഒരു പക്ഷേ വീണ് പോയേക്കാം, ഇടറിപ്പോയേക്കാം. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്ന നമ്മളാണെങ്കിൽ തന്നെയും ഏതെങ്കിലും സമയം കരം വിട്ടു പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കാനുള്ളതല്ല, അവിടെ കിടന്ന് നിലവിളിക്കാനുള്ളതല്ല, അവിടുത്തെ കരത്തിലേക്ക് വീണ്ടും നമ്മൾ ചാടി എഴുന്നേറ്റ് അവിടുത്തെ കരം പിടിച്ച് എഴുന്നേറ്റ് പാപമാർഗങ്ങളിൽ നിന്നും പാപ വഴികളിൽ നിന്നും പിന്തിരിഞ്ഞ് ആ രക്ഷയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. വിശുദ്ധ ഉത്തരേസ്യ ഇതുപോലെ തന്നെയാണ്, യേശുവിനെ സമീപിച്ചതുപോലെ തന്നെയാണ് ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടി അപ്പൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ, അപ്പൻ്റെ കൂടെ ആയിരിക്കുന്നത് പോലെ, അപ്പൻ്റെ കൈപിടിച്ച് കയ്യിൽ നിന്ന് ഇടറിപ്പോയി കഴിഞ്ഞാൽ വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കരങ്ങളിൽ പിടിക്കുന്ന പോലെ തന്നെ പാപത്തിൽ എൻ്റെ ചിന്തയിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പാപങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എൻ്റെ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരും. ഈ ഒരു മനോഭാവം ചിന്ത പാപമാർഗങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുവാനും
വീണ്ടും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ജീവിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കട്ടെ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് പാപം ചെയ്ത് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാം. തെറ്റ് ചെയ്യരുതേ, പാപത്തിലേക്ക് നമ്മൾ പോകരുതേ. ഏതെങ്കിലും നിമിഷം ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടി നമുക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കാം. ഇരു കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ യേശുവിലേക്ക് നോക്കി, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ മുഖത്ത് മുഴുവൻ നമ്മൾ കാണുന്നത് കരുണയുടെ ഭാവങ്ങളാണ്. ആ കരുണമായ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ശിശുത്തോടു കൂടി, ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടി കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ. എന്റെ പാപത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, ബലഹീനതകളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, വീണുപോയ സാഹചര്യങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഒരു കരുണയായിരിക്കണമേ, ശിശുവിന്റെ മനോഭാവത്തിലൂടെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, ശിശുവിന്റെ മനോഭാവത്തിലൂടെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, ഒരു ശിശു അങ്ങയുടെ കരം പിടിക്കുന്ന പോലെ അങ്ങയുടെ കരങ്ങൾ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ, അങ്ങ് എന്റെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, എന്റെ ജീവിതത്തിൽ അങ്ങ് നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, അങ്ങ് ദീർഘതയിലേക്ക് എന്നെ സ്വീകരിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, എന്റെ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, എന്റെ പാപത്തെ ഓർത്ത് എന്നെ ശിക്ഷിക്കാതെ എന്നെ കരകയറ്റിക്കൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, അങ്ങയുടെ ദീർഘതയിൽ എന്നെ വഹിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവേ എന്റെ കരുണയായിരിക്കണമേ, അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, തിന്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, വേദനകളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ, അങ്ങയുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവ് നമ്മോട് കരുണ കാണിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൊച്ചുയേശു അനുഭവിച്ച കരുണ, ആ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാം. കരം ഉയർത്തി നമ്മൾ സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങ് സകല മക്കളെ സ്തുതിക്കട്ടെ, സകല മക്കളും പ്രാർത്ഥിക്കട്ടെ, സകല മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കി, യേശുവിലേക്ക് നോക്കി കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടെ മാനുഷ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാലെന്തു നേടും? മാനുഷ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? മാനുഷ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? കരുണ കാണിക്കുന്ന കർത്താവിന്റെ പക്കലേക്ക് കൂപ്പുകരങ്ങളോടുകൂടി നമുക്കായിരിക്കാം. ഒരു ശിശുവിന്റെ മനോഭാവത്തോടു കൂടി ആ പക്കലേക്ക് നമുക്ക് കടന്നു വരാം. ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ, വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ ആ കരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. ആ കൈവിരൽ തുമ്പടിച്ചുകൊണ്ട് തന്നെ അനുഗ്രഹത്തിലേക്ക്, രക്ഷയിലേക്ക് നമുക്ക് കടന്നു വരാം. ജീവനെ പരിരക്ഷ ചെയ്യാനഭിലഷിച്ചിടുകിൽ
തന്നെ പൂർണ്ണമായി സംത്യജിച്ചു ശൂന്യനായിടണം. ജീവനെ പരിരക്ഷ ചെയ്യാൻ അഭിലഷിച്ചിടുകിൽ തന്നെ പൂർണ്ണമായി സംത്യജിച്ചു ശൂന്യനായിടണം. എനിക്കായി തൻ ജീവനൊരുവൻ നഷ്ടമാക്കുകയില്ലോ, അതു നിത്യമായി നേടുമെന്നു വിശ്വസിച്ചിടാം. എനിക്കായി തൻ ജീവനൊരുവൻ നഷ്ടമാക്കുകയില്ലോ, അതു നിത്യമായി നേടുമെന്നു വിശ്വസിച്ചിടാം. മാനുഷാനീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാലെന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? മാനുഷാനീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാലെന്തു നേടും? നിന്നാത്മനാശം വന്നു പോയാലെന്തു നേടും? നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ഈ പരിശുദ്ധ ആരാധന വേളയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മെ നയിക്കുകയാണ്. തീക്ഷ്ണതയോടും വലിയ ആഗ്രഹത്തോടും കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്തവർ നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ ഒരിക്കൽ ഇടറിപ്പോയവര് ആ ഇടർച്ചയിൽ കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരമ്മയുടെ കരം പിടിച്ച് ശിശു നടക്കുമ്പോൾ പലപ്പോഴും വീണു പോകുന്നു. ആ നിലത്ത് അവൻ കിടക്കുന്നില്ല, അവൻ ചാടി എഴുന്നേൽക്കുന്നു. ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എണ്ണമറ്റ തെറ്റുകൾ ചെയ്താലും, ഈ ലോകം പൊറുക്കാത്ത തെറ്റ് നമ്മൾ ചെയ്താലും, ഈ മനുഷ്യ ജീവിതത്തിൽ എണ്ണിയാ തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പാപം നമ്മൾ ചെയ്താലും എൻ്റെ ദൈവത്തിന് അത് ക്ഷമിക്കാതിരിക്കുവാനാവില്ല. എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ ശിശുവാണ്. കൊച്ചുദേശ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ ഞാനൊരു ശിശുവാണ്. ശിശു എപ്പോഴും പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പോലെ തന്നെ ഞാൻ സദാസമയം എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരിക്കൽ അവൾ ഇപ്രകാരം സെലിൻ എഴുതി, നാം എണ്ണമറ്റ തെറ്റുകൾ ചെയ്താലും അവ ജീവിതകാലം മുഴുവൻ ആവർത്തിച്ചാലും നല്ല ദൈവത്തെ അത് ഒരു നാളും വേദനിപ്പിക്കത്തില്ല. എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും, നിരന്തരമായ തെറ്റുകൾ ചെയ്ത് പാപം ചെയ്ത് നമ്മൾ പോയാലും അത് ഒരിക്കലും നല്ല ദൈവത്തെ അത് വേദനിപ്പിക്കത്തില്ല. വീണ്ടും അവൾ തുറന്ന് പറയുകയാണ്, കുഞ്ഞുമക്കളെ നിങ്ങൾ നോക്കുവിൻ, കൊച്ചുകുട്ടികളെ നോക്കുവിൻ. അവ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്നു. വിലപിടിപ്പുള്ളതും വിലയില്ലാത്തതുമായിട്ട് പല സാധനങ്ങളും നശിപ്പിച്ച് കളയുന്നു. എന്നാൽ ആ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ ശകാരിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നില്ല. അവർ ഒന്നും പറയുന്നില്ല. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു. തങ്ങളുടെ കൺമുമ്പിൽ വിലപിടിപ്പുള്ളതെല്ലാം തന്നെ വലിച്ചെറിഞ്ഞാലും എന്തെല്ലാം നശിപ്പിച്ച് കളഞ്ഞാലും മാതാപിതാക്കൾ കുഞ്ഞു പൈതങ്ങളെ ശിക്ഷിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് പരമപിതാവായ ദൈവവും. കൊച്ചുദേശ പറയുകയാണ്, അതെ, നാം ദൈവത്തിനു മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നാൽ മതി, ഒരു ശിശുവിനെ പോലെ ആയിരുന്നാൽ മതി.
ഒരു ശിശുവിനെ പോലെ ആ തിരുമുമ്പിൽ നമ്മളൊന്ന് വ്യാപരിച്ചാൽ മതി. വീഴ്ചകളോ നമ്മുടെ പരാജയങ്ങളോ നമ്മുടെ തെറ്റുകളോ ഒന്നും ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കുകയോ അതിശയിപ്പിക്കുകയില്ല. കൊത്തിനേശ്വര പറഞ്ഞു വെക്കുന്ന വലിയ കാര്യമാണ്. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ വീഴ്ചകൾ ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കുകയോ അതിശയിപ്പിക്കുകയില്ല. മറിച്ച് വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈശോ എന്നെ എഴുന്നേൽപ്പിക്കും. വീണ് കിടക്കുന്ന, പരാജയപ്പെട്ട് കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ ഈശോ എന്നെ എഴുന്നേൽപ്പിക്കും. അവൻ എന്നെ ഒരു നാളും തള്ളിക്കളയില്ല. അവൻ എന്നെ ഒരു നാളും ഉപേക്ഷിച്ച് കളയുകയില്ല. എന്നോട് കരുണ കാണിക്കുവാൻ പിതാവായ ദൈവം ഒരുക്കിയ കരുണയുള്ള കർത്താവ് അവൻ എന്നെ തള്ളിക്കളയില്ല. ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളും ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ഈ ദിവ്യകാരണത്തിൽ ഉറച്ചു വിശ്വസിക്കണം. യേശുവിലേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ, ആ പാപങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു പോകുന്ന വീഴ്ചകൾ, ആ വീഴ്ചയെ ഓർത്ത് ദൈവം വേദനിക്കുകയോ അതിശയിക്കുകയോ ഇല്ല. ദൈവം വേദനിക്കുകയോ അതിശയിക്കുകയില്ല. മറിച്ച് വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന്, തെറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ മതി. എഴുന്നേറ്റ് വരുവാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ മതി. കരുണയുള്ള കർത്താവ് ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കും. ഇരുകരങ്ങൾ നീട്ടി നമ്മെ സ്വീകരിക്കും. ധൂർത്തപുത്രനെ പിതാവ് ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചതുപോലെ തന്നെ അവനെ അകലെ വെച്ച് കണ്ടപ്പോൾ തന്നെ പിതാവ് ഓടിച്ചെന്ന് അവൻ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചു. ഇതുപോലെ തന്നെ പിതാവായ ദൈവം നമ്മെ സ്വീകരിക്കും. ഒരുവരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും നിമിഷങ്ങളിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പപേക്ഷിക്കാം. വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നീ ഒരു നാളും എന്നെ കൈവിടരുത്. നീ ഒരു നാളും എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവം, കാരുണ്യം കാട്ടുന്ന ദൈവം അവിടുത്തെ പ്രിയപത്രൻ വഴിയായി നമ്മോട് കരുണ കാണിക്കാതിരിക്കത്തില്ല. ഒരു ശിശു നിലത്ത് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വിലയേറിയ വസ്തുക്കൾ നശിപ്പിച്ച് കളഞ്ഞാൽ ആ മാതാപിതാക്കളൊന്നും കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. ചെയ്ത പ്രവൃത്തികൾ അറിവില്ലാതെ ചെയ്തു പോയതാണ്. തെറ്റെന്താണെന്ന് അറിയാതെ ചെയ്തു പോയതാണ്. മാതാപിതാക്കളൊന്നും പറയില്ല, ആ ശിശുക്കളെ ഒന്നും പറയില്ല. ഇതുപോലെ വീണ് പോയിട്ടുണ്ടെങ്കിൽ മക്കളെ, യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് കടന്നു വരാം. ഇരു കരങ്ങൾ കൂപ്പിക്കൊണ്ട് തന്നെ യേശുവിലേക്ക് നമുക്ക് നോക്കാം. എൻ്റെ ഈശോയെ, എടറിപ്പോയി എൻ്റെ അവസ്ഥയെ ഞാൻ സമർപ്പിക്കുകയാണ്. തകർന്നു പോയി എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. തെറ്റിപ്പോയി എൻ്റെ ജീവിതാവസ്ഥയെ സമർപ്പിക്കുകയാണ്. വഴിതെറ്റിയ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ മക്കളെ ഞാൻ സമർപ്പിക്കുകയാണ്. അവിടെ പാപ അന്ധകാരം നിറഞ്ഞ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ കൊച്ചുത്രേസ്യയെ സമീപിച്ചതുപോലെ തന്നെ ഈശോയെ നമുക്ക് സമീപിക്കാം. എൻ്റെ ഈശോ ഒരു നാളും എന്നെ കൈവിടില്ല. ഇരുകരങ്ങൾ കൂപ്പിക്കൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിലേക്ക് നോക്കുന്നു പ്രാർത്ഥനയോടെ, അനുതാപ കീർത്തനത്തോടുകൂടി, ഒരു ശിശുവിന്റെ മനോഭാവത്തോടുകൂടി. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിലാരുമില്ല. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. നീയൊഴികെ ആരിലും ആശ്രയമില്ല, നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയൊഴികെ ആരിലും ആശ്രയമില്ല, നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും.
കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നോക്കി ഒരു ശിശുവിന്റെ മനോഭാവത്തിലൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ, പാപിയാമെന്നെ നീ കാക്കണമേ. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ, പാപിയാമെന്നെ നീ കാക്കണമേ. അറിഞ്ഞും അറിയാതെയും തെറ്റു ചെയ്തു പോയി എന്നകൃത്യങ്ങളോർത്തു ഞാൻ അനുതപിക്കും. അറിഞ്ഞും അറിയാതെയും തെറ്റു ചെയ്തു പോയി എന്നകൃത്യങ്ങളോർത്തു ഞാൻ അനുതപിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിലാരുമില്ല. നീയൊഴികെ ആരിലും ആശ്രയമില്ല, നിന്നിൽ മാത്രമാണെന്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്, നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ പിതാവായ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്തവർ, തെറ്റ് ചെയ്തവർ, വീണുപോയവർ നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മുമ്പിൽ വീണുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റുപറ്റിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് തെറ്റുപറ്റിയില്ലോ ദൈവമേ എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ, ഒരു വേള അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയാൽ മതി. ഒരു കൊച്ചു കുഞ്ഞ് വീണ് കഴിയുമ്പോൾ അവൻ്റെ അമ്മയുടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ ആ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ആ ഈശോ ഒരു നാളും കൈവെടിയില്ല, ആ ഈശോ ഒരു നാളും തള്ളിക്കളയില്ല. ഇപ്പോൾ ഈ ആരാധന നിമിഷം തന്നെ ആ തിരുമുഖത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വീണ് കിടക്കുന്ന അവസ്ഥയെ നമ്മൾ ഓർക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ശിശുവിൻ്റെ മനോഭാവത്തോടുകൂടി തന്നെ യേശുവിലേക്ക് നമുക്ക് നോക്കാം, അനുഗ്രഹം പ്രാപിക്കാം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്ക് നയിക്കാം. കരങ്ങൾ കൂപ്പി ഈശോ നൽകുന്ന ആശീർവാദത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോ നൽകുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന
പരിശുദ്ധ പരമാദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.